എല്ലാവർക്കും നമസ്കാരം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലൈവ് കണ്ടു. പ്രിയപ്പെട്ട നിവിൻ പോളി ലൈവിലുണ്ടായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വവും പ്രശ്നങ്ങളും പഠിക്കാൻ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി ചലച്ചിത്ര പ്രവർത്തകർക്കും നടന്മാർക്കുമെതിരെ പരാതികൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലത്തേത് നടൻ നിവിൻ പോളിക്ക് നേരെയുള്ള പീഡന പരാതിയാണ്. വിദേശത്ത് വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ അക്രമമെന്നുമായിരുന്നു ഇവർ ആരോപിച്ചത്. പരാതി വാർത്തയായതും അധികം വൈകാതെ നിവിൻ പോളി തന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവുമായി ആദ്യം സോഷ്യൽ മീഡിയയിലും പിന്നീട് വാർത്താ സമ്മേളനത്തിലും എത്തിച്ചേർന്നു. പരാതിക്കാരിയെ അറിയുക പോലുമില്ലെന്നും നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്ന് ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിവിൻ പോളി രംഗത്തെത്തിയത്. ഇപ്പോഴിതാ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് ബാല നിവിൻ പോളിക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. നിവിൻ പോളിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം ഒരു ആരോപണം ഉയർന്നപ്പോൾ ഉടനടി തന്റെ ഭാഗം വിശദീകരിക്കുകയും പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്തതിനോടുള്ള ബഹുമാനമാണ് എനിക്ക്. അതിലൊരു വലിയ ആണത്തമുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ എല്ലാവർക്കും എന്തും ചെയ്യാം. ആണായാലും ശരി, പെണ്ണായാലും ശരി. നിവിൻ പോളി പറഞ്ഞ ഏറ്റവും നല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഒളിച്ചോടിയിട്ടില്ല എന്ന്. അതാണ് വേണ്ടത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് പേടിക്കണം? ആണാവട്ടെ പെണ്ണാകട്ടെ, ഒരാൾ മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയാൽ മറ്റു പ്രശ്നങ്ങൾ ഏതുമില്ല. സത്യാവസ്ഥ തെളിയിക്കേണ്ടത് പരാതി നൽകുന്ന ആളുടെ കടമയാണ്. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത യുവതി വേണം തെളിയിക്കാൻ. അത് നിവിൻ പോളിയുടെ കടമയല്ല. വസ്തുതയോ വിരുദ്ധമായ ആരോപണങ്ങൾ കൊടുത്താൽ അതിന്റെ വരും വരായികൾ അവർ നേരിടണം. നിവിൻ പോളി ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് നിയമം പഠിക്കുക. വലിയ വലിയ താരങ്ങൾ മറ്റൊരു താരത്തിനെതിരെ പരാതി പറയുമ്പോൾ പലപ്പോഴും പേര് പറയാറില്ല. അത് തെളിയിക്കേണ്ട കടമ അവരുടേതായി പോകും. ന്യായം എവിടെയോ അവിടെ പോരാടി ജയിക്കണം. നിവിൻ അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിവിന്റെ കൂടെ ആരുമില്ലെന്ന്. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, എല്ലാവരുമുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്നാണ് ബാലയുടെ വാക്കുകൾ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.